dear students, welcome back to Sally Learning. അപ്പോൾ തമ്പ് കണ്ട സമയത്ത് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. നമ്മളെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഏതായിരുന്നു ആ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം അല്ലെ. ഏതായിരുന്നു ആ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്? നമ്മുടെ ചാപ്റ്റർ 11 അല്ലെ. നമ്മുടെ ചാപ്റ്റർ 11ന്റെ പേരെന്താ? സമൂഹ ജീവിതത്തിലെ വൈവിധ്യം, ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഗോത്ര സമൂഹം അഥവാ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാൻ. റെഡി അല്ലേ? ഇവിടെ മക്കളെ നോക്കിക്കേ, ഒരു പിക്ചർ എൻ്റെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. സോ ഇതെന്താണ്? കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളിൽ ഒന്നുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. അവരിങ്ങനെ എന്താണ് ഡാൻസ് കളിക്കുന്ന പിക്ചറാണ് കാണിക്കുന്നത്. ഡാൻസ് കളിക്കുന്ന പിക്ചറാട്ടോ ഇത്. ഇവിടെ നോക്കിക്കേടാ, ഗോത്ര സമൂഹങ്ങൾക്ക് അവർക്ക് എന്താ തനതായ ജീവിത രീതികളുണ്ട് അല്ലെ. അവരെന്താണെടാ നമ്മുടെ ദേശത്തെ പണ്ടത്തെ കാലത്തെ സമൂഹങ്ങളുടെ പിന്മുറക്കാരാണ് കേട്ടോ. അതേപോലെ ഇവര് ഭൂരിഭാഗവും ആളുകൾ എവിടെയാണ്? കാടുകളിലോ അല്ലെങ്കിൽ കുന്നിൻ പ്രദേശങ്ങളിലോ ചെരുവുകളിലോ ഉൾപ്രദേശങ്ങളിലോ താഴ്വരകളിലോ ആയിരിക്കും ഇവരെന്ത് ചെയ്യുക? താമസിക്കുക. ഈ ഗോത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗത്തെയാണ് നമ്മൾ ഗോത്ര സമൂഹം എന്ന് വിളിക്കുക. അവർക്ക് അവരുടേതായുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവർ അത് തന്നെയാണ് എത്ര കാലം കഴിഞ്ഞാലും അവർ എന്ത് ചെയ്യുക? പിന്തുടർന്ന് പോവുക കേട്ടോ. ആ ഒരു അനുഷ്ഠാന രീതികളിലൂടെ ആയിരിക്കും അവരെന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ഇവിടെ മക്കളെ നോക്കിക്കേ, കേരളത്തിലെ ഗോത്രവർഗങ്ങളെ കുറിച്ച് എൻ്റെ മക്കൾ കേട്ടിട്ടുണ്ടോ? ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോടാ? അപ്പൊ നമുക്ക് എന്താ നമ്മുടെ കേരളത്തിലെ കുറച്ച് ട്രൈബൽ കമ്മ്യൂണിറ്റി നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? ഇവിടെ 2 ട്രൈബൽ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. പണിയർ, കുറിച്യർ അല്ലെ. വേറെ ഏതൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റിയാണല്ലേ മിസ് പറഞ്ഞു തരാം കേട്ടോ. ഒന്ന് നമുക്ക് അടിയനുണ്ട്. എന്താണ്? അടിക്കാനല്ല, അടിയൻ. എന്ന് പറയുന്ന ഒരു എന്തുണ്ട്? ട്രൈബൽ കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. പിന്നെ ഏത് ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് നമുക്കുള്ളത്? എന്താണെടാ? ഇരവാലൻ. എന്താണുള്ളത്? ഇരവാലൻ. എന്ത് ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് നമുക്കുള്ളത്? ഇരവാലൻ എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. എന്താ ട്രൈബൽ കമ്മ്യൂണിറ്റിന്റെ പേര്? ഇരവാലൻ എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ആൻഡ് ഇവിടെ മക്കളെ നോക്കിക്കേ, ഇരുളർ എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്. എന്താണ്? ഇരുളർ. എന്താണ് ട്രൈബൽ കമ്മ്യൂണിറ്റിന്റെ പേര്? ഇരുളർ എന്നാണ് നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ പേര് കേട്ടോ. ഇരുളർ എന്നാണ് നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ പേര്. അതേപോലെ തന്നെ പുലയനുണ്ട്. അങ്ങനെ ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റി നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണുള്ളതടാ? പുലയൻ ഉണ്ട്. അങ്ങനെ ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ നമുക്ക് എന്താ കാണാൻ സാധിക്കും. ഇതൊക്കെ എന്താണ്? കേരളത്തിലെ ട്രൈബ്സ് ആണ്, ഗോത്രങ്ങളാണ്. ആൻഡ് ഇവരുടെ സവിശേഷത എന്തായിരിക്കുമെടാ? ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെ ആയിരിക്കും? അതാണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കേട്ടോ, ഇവര് തുടക്കത്തിലേ പറഞ്ഞു ഇവരെവിടെയാണെടാ? മലയോരങ്ങളിലോ വനങ്ങളിലോ കുന്നിന് മുകളിലോ ഒറ്റപ്പെട്ട് നിൽക്കുന്ന താഴ്വരകളിലോ ആയിരിക്കും ഇവർ താമസിക്കുക. ഓരോ ഗോത്ര സമൂഹവും ഒരിടത്ത് കൂട്ടമായിട്ടായിരിക്കും അവർ താമസിക്കല്ലേ. മറ്റു സമൂഹങ്ങളിൽ നിന്നും വേറിട്ട ഒരു ജീവിത രീതി, മറ്റുള്ള സമൂഹത്തെ പോലെയല്ല അവരൊരു വേറിട്ട രീതിയിലായിരിക്കും ഉണ്ടാവുക. ഒരു 10-15 ആളുകൾ 10-15 കുടുംബം ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ഗ്രൂപ്പായി ാണ് അവരെന്ത് ചെയ്യുക? താമസിക്കുക. മലയോരങ്ങളിലോ കുന്നിൻ ചെരുവിലോ ഉൾപ്രദേശങ്ങളിലോ ആയിരിക്കും ഇവരെ നമുക്ക് കാണാൻ സാധിക്കട്ടോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇവരെ ഭക്ഷണം എന്താണ്? ഇവര് വനവിഭവങ്ങൾ ശേഖരിച്ച് പരമ്പരാഗത രീതിയിൽ എന്ത് ചെയ്യും? അത് കൃഷി ചെയ്ത് കഴിക്കും. അതേപോലെ തന്നെ എന്താണ് പരമ്പരാഗത രീതിയിലുള്ള ഒരുപാട് കുലത്തൊഴിൽ ഉണ്ടായിരിക്കും. നമ്മൾ കൊട്ടമയ്യ അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ പായ, നമ്മൾ മാറ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജോലിയൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും. അതേപോലെ ഇവർക്ക് ഇവരുടേതായുള്ള ലിപികൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ആ ലിപി വെച്ചിട്ടായിരിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഇവരുടേതായുള്ള ഒരു ഭാഷയും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഇവ തനതായ ലിപികളല്ലാത്ത സംസാര ഭാഷയാണ്. അപ്പം ലിപികൾ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എന്താ എഴുതപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല, അതിന് നമുക്ക് എന്താ ഒരു അക്ഷരങ്ങളും കാര്യങ്ങളും ലിപിയായിട്ട് നമുക്ക് കാണില്ല. പക്ഷെ ഇവർക്ക് ഒരുപാട് ഇവരുടേതായുള്ള ഭാഷകളൊക്കെ ഉണ്ടായിരിക്കും. പലതും നമുക്ക് എന്താ റിട്ടേൺ ചെയ്ത് വെക്കുന്ന ഫോമിലൊന്നും അക്ഷരങ്ങളൊന്നും മേക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അതിലായിരിക്കും, ആ ഒരു ഭാഷയിലായിരിക്കും അവരെന്താണ് അധിക സമയത്തും അവർ സംസാരിക്കുക. അധിക സമയത്തല്ല, ഫുള്ള് അവർ ആ ഭാഷയായിരിക്കും സംസാരിക്കുക. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗോത്ര സമൂഹം അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഗോത്ര സമൂഹത്തിനെ കുറിച്ച് അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? മിസ്സിന് ലൈവിൽ വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, ഈ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കേട്ടോ. അപ്പൊ ആ ലൈവിനായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.